നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. വെള്ളക്കടല വറുത്തത്, ഇത് അല്പം സ്പൈസിയാണ്, നല്ല ക്രിസ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് വെള്ളക്കടലയാണ്. വെള്ളക്കടല നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഒരു 8 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്താനിട്ടതാണ്. നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഈ കടലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു വിസിൽ കേൾക്കട്ടെ. ഇപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഒരു വിസിൽ കേട്ടു, നമ്മൾ ഉടൻ തന്നെ ഓഫാക്കുകയാണ്. വിസിലടിച്ചു, നമ്മൾ ഓഫാക്കി ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രഷർ നമ്മളൊന്ന് കളയുകയാണ്. നമുക്ക് ഇത് തുറക്കാം. നമ്മൾ 2-8 മണിക്കൂർ കുതിർത്തിയ കടലയാണല്ലോ, അതുകൊണ്ട് ഒരു വിസിൽ കെട്ടാൽ മതി, അത്രയും വെന്താൽ മതി. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള വെള്ളം നമുക്ക് ആവശ്യമില്ല. നമുക്കിതൊന്ന് ഒരരിപ്പയിലേക്ക് മാറ്റാം. കടലയിലെ വെള്ളം എല്ലാം പോകാനായിട്ട് നമ്മളൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കടല വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞ് ഇതുപോലെ ഒരു പേപ്പറിനകത്ത് ഇതുപോലെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ രാവിലെ വേവിച്ച കടലയാണ്. ഇതിപ്പോൾ ഞാൻ വറക്കുന്നത് ഒരു വൈകുന്നേരം ആകുമ്പോഴാണ്. അപ്പോൾ അതുവരെ ഇതുപോലെ ഒരു പേപ്പറിൽ ഇങ്ങനെ നിരത്തിയിടുക. അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം നല്ല രീതിയിൽ പോയിട്ടുണ്ടാകും. ഇനി ഇത് നമുക്ക് ഓയിലിൽ വറുത്ത് പോരാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമ്മൾ ഇഷ്ടമുള്ള ഓയിൽ, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, പാം ഓയിൽ, ഏതാ അവരവരുടെ ഇഷ്ടം എന്ന് വെച്ചാൽ ഒഴിക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു, നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടല ഇട്ട് കൊടുക്കാം. നമ്മൾ കടല ഇട്ടപ്പോഴേ നല്ല ഹൈ ഫ്ലെയിം ആയിരുന്നു. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇടുന്നു. അപ്പോൾ ഇടയ്ക്ക് ഉപ്പൊക്കെ നമ്മളിട്ട് വേവിച്ചത് കൊണ്ട് ഇനി ഉപ്പൊന്നും ഇടണ്ട. ഇതിപ്പം ആയിട്ടുണ്ട്. നമ്മൾ കടല ഇട്ടതിന് ശേഷം തീ മീഡിയത്തിൽ ഇടണം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി മാറി നിന്നൊക്കെ ഇളക്കണം. വേവിച്ച കടല ആയതുകൊണ്ട് അത്ര പ്രശ്നമില്ല. നമ്മൾ കടലയെല്ലാം വറുത്ത് കോരി ഇതുപോലെ ഒരു അരിപ്പപാത്രത്തിൽ എണ്ണ വാലാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നല്ലൊരു ഉണങ്ങിയ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇടുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കായം, നമ്മൾ ഇതൊന്ന് ഇളക്കിയെടുക്കുകയാണ്. അല്പം എരിവുള്ള എരിവൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് ഇടാം. അങ്ങനെ വെള്ളക്കടല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.